ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ +1 മാത്സിലെ ചാപ്റ്റർ 1 ആയ സെറ്റ്സിലെ 2017 മാർച്ച് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ഇഫ് യു ഈസ് ദ യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് എ ഈസ് എനി സെറ്റ് ദെൻ യു ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു ഡാഷ്. യു സമസ്ത ഗണവും എ ഒരു ഗണവുമായാൽ യു ഇന്റർസെക്ഷൻ എ എന്താണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. യൂണിവേഴ്സൽ സെറ്റ്, എ എന്ന സെറ്റ്, ഫൈ അഥവാ എം ടി സെറ്റ്, എ ഡാഷ് അഥവാ എ സെറ്റിന്റെ കോംപ്ലിമെന്റ്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ടൊരു എക്സാമ്പിൾ എഴുതാം. യു ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 യൂണിവേഴ്സൽ സെറ്റിന്റെ എക്സാം. ഇനി എ എന്നൊരു സെറ്റ് 8, 9. ഇനി യു ഇന്റർസെക്ഷൻ എ. എന്താണ് ഇന്റർസെക്ഷൻ ഓപ്പറേഷന്റെ പ്രത്യേകത? യൂണിവേഴ്സൽ സെറ്റിലും എ എന്ന സെറ്റിലും കോമൺ ആയി വരുന്ന എലമെന്റ്സ് ആണ് നമ്മൾ യു ഇന്റർസെക്ഷൻ എയിൽ എഴുതുന്നത്. ഇവിടെ ഏതൊക്കെയാണ് കോമൺ ആയി വരുന്ന എലമെന്റ്സ്? 8ഉം 9ഉമാണ്. അതായത് നമുക്ക് എന്ത് തന്നെ കിട്ടി? എ എന്ന സെറ്റ് തന്നെ കിട്ടി. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിനോട് ഏതൊരു സെറ്റിന്റെയും ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ അതേ സെറ്റ് തന്നെയാണ് കിട്ടുക. അപ്പൊ നമുക്ക് എന്ത് പറയാം? യു ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു എ തന്നെയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, കൺസിഡർ ദി സെറ്റ്സ്. യൂണിവേഴ്സൽ സെറ്റ് എ ബി സി ഡി ഇ എഫ് ജി. എ എന്ന സെറ്റ് ബി സി ഡി ഇ. ബി എന്ന സെറ്റ് എ സി ജി. ഫൈൻഡ് എ ഡാഷ് ആൻഡ് ബി ഡാഷ് ആൻഡ് ദെൻ വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. യു ഈക്വൽ ടു എ ബി സി ഡി ഇ എഫ് ജി ആണ്. എ ഈക്വൽ ടു ബി സി ഡി ഇ ആണ്. ബി ഈക്വൽ ടു എ സി ജി എന്നീ ഗണങ്ങൾ പരിഗണിക്കുക. എ ഡാഷ് ബി ഡാഷ് എന്നിവ കണ്ടുപിടിച്ച് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് തെളിയിക്കുക. ഈ എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, ഡി മോർഗൻസ് ലോ. ചില സമയങ്ങളിൽ ഈ ഇക്വേഷൻ തരുന്നതിന് പകരമായിട്ട് വെരിഫൈ ഡി മോർഗൻസ് ലോ എന്നാണ് പറയുക. അപ്പോൾ ഈ ഇക്വേഷൻ എഴുതി നമ്മൾ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. ഇനി നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് എ ബി സി ഡി ഇ എഫ് ജി. ഇനി എ എന്ന സെറ്റ് ബി സി ഡി ഇ. അടുത്തതായി ബി എന്ന സെറ്റ് എ സി ജി. ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എ ഡാഷും ബി ഡാഷും. എ ഡാഷ് എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ഓപ്പറേഷനെയാണ്. എ ഡാഷ് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എ എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ് ആണ് നമ്മൾ എ ഡാഷ് എന്ന സെറ്റിൽ എഴുതുന്നത്. ഇവിടെ എ എന്ന സെറ്റിൽ ബി സി ഡി ഇ എന്നീ എലമെന്റ്സ് ആണ് ഉള്ളത്. ഇതല്ലാത്ത മറ്റ് എലമെന്റ്സുകൾ ഏതൊക്കെയാ യൂണിവേഴ്സൽ സെറ്റിലെ? എ, എഫ്, ജി. അതായത് എ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് എ എഫ് ജി ആണ്. അതുപോലെ ബി ഡാഷ് യു മൈനസ് എ, യു മൈനസ് ബി. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും ബി എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ്. ബി എന്ന സെറ്റിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? എ സി ജി ആണ്. എ സി ജി അല്ലാത്ത യൂണിവേഴ്സൽ സെറ്റിലെ എലമെന്റ്സുകൾ ഏതൊക്കെയാ? ബി, ഡി, ഇ, എഫ്. അപ്പോൾ ബി ഡാഷ് എന്ന് പറയുന്നത് സെറ്റ് ബി ഡി ഇ എഫ് എന്ന സെറ്റാണ്. ഇനി നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് ഡിമോർഗൻസ് ലോ ആണ്. അതായത് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്നാണ് വെരിഫൈ ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് വെരിഫൈ ചെയ്യുക? ആദ്യം എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന സെറ്റ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന സെറ്റ് കണ്ടുപിടിക്കുന്നു. ആ രണ്ട് സെറ്റുകളും ഈക്വൽ ആയിരിക്കും. ആ രീതിയിലാണ് നമ്മൾ ഇത് വെരിഫൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എ യൂണിയൻ ബി ഹോൾ ഡാഷ് കണ്ടുപിടിക്കാം. അതിനാദ്യം ബ്രാക്കറ്റിന്റെ ഉള്ളിലെ എ യൂണിയൻ ബി കണ്ടുപിടിക്കാം. യൂണിയൻ ഓപ്പറേഷന്റെ പ്രത്യേകത എന്താണ്? എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സും കൂട്ടി എഴുതുന്നതാണ് യൂണിയൻ ഓപ്പറേഷൻ. എ എന്ന സെറ്റിലെ എലമെന്റ്സുകൾ ഏതൊക്കെയാണ്? ബി, സി, ഡി, ഇ. ഇനി ബി എന്ന സെറ്റിലെ എലമെന്റ്സ് ഏതൊക്കെയാ? എ, സി നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നില്ല, കാരണം സി ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ജി. ഇതിനൊന്ന് ഓർഡർ ആക്കി എഴുതുകയാണെങ്കിൽ എ, ബി, സി, ഡി, ഇ, ജി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ആണ്. എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ യൂണിയൻ ബി. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും
എ യൂണിയൻ ബി എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ്. എ യൂണിയൻ ബി സെറ്റില് എ ബി സി ഡി ഇ ജി എന്നീ എലമെന്റ്സ് ആണ് ഉള്ളത്. ഇതല്ലാതെ യൂണിവേഴ്സൽ സെറ്റിലുള്ള ഒരു എലമെന്റ് ഏതാണ്? എഫ് മാത്രമാണ്. അതായത് എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറയുമ്പോൾ സെറ്റ് എഫ് ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ആണ്. എ ഡാഷും ബി ഡാഷും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? എ ഡാഷ് എന്ന സെറ്റിലും ബി ഡാഷ് എന്ന സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്. ഇവിടെ എ എഫ് ജി ആണ് എ ഡാഷിലെ എലമെന്റ്സ്. ബി ഡാഷിലെ എലമെന്റ്സ് ബി ഡി ഇ എഫ് ആണ്. ഇതിൽ കോമൺ ആയി വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? എഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എത്രയാണ്? സെറ്റ് എഫ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ യൂണിയൻ ബി ഹോൾ ഡാഷും എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷിലെയും എലമെന്റ്സ് എഫ് മാത്രമാണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഈക്വൽ ടു സെറ്റ് എഫ്. മൂന്നാമത്തെ ചോദ്യം. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 400 പീപ്പിൾ 250 can speak Hindi, 200 can speak Malayalam. How many people can speak both Hindi and Malayalam? 400 പേരുടെ ഒരു കൂട്ടത്തിൽ 250 പേർ ഹിന്ദിയും 200 പേർ മലയാളവും സംസാരിക്കും എങ്കിൽ ഹിന്ദിയും മലയാളവും സംസാരിക്കുന്ന എത്ര പേർ? എക്സ്പ്ലനേഷൻ പാർട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഇക്വേഷനെ കുറിച്ച്. എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതുപോലെ യൂണിയൻ എന്നതുകൊണ്ട് ഓറും ഇന്റർസെക്ഷൻ എന്നതുകൊണ്ട് ആൻഡുമാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഇൻ എ ഗ്രൂപ്പ് ഓഫ് 400 പീപ്പിൾ, അതായത് ഹിന്ദിയും മലയാളവും സംസാരിക്കുന്ന 400 ആളുകളുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഓഫ്, ഇവിടെ ഹിന്ദിയും മലയാളവും ആയതുകൊണ്ട് ഹിന്ദിയെ നമുക്ക് എച്ച് എന്നും മലയാളത്തിനെ നമുക്ക് എം എന്നും സൂചിപ്പിക്കാം. അപ്പോൾ ഹിന്ദിയോ മലയാളമോ സംസാരിക്കുന്ന എത്ര ആളുകളുണ്ട്? 400 ആളുകളുണ്ട്. അപ്പൊ എൻ ഓഫ് എച്ച് ഓർ എം ഈക്വൽ ടു 400. ഇതിനെ നമുക്ക് എങ്ങനെയാണ് മാറ്റിയത്? എൻ ഓഫ് എച്ച് യൂണിയൻ എം ഈക്വൽ ടു 400. എൻ ഓഫ് എച്ച് അതായത് നമ്പർ ഓഫ് പീപ്പിൾസ് ഹു സ്പീക്ക് ഹിന്ദി, ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ എത്രയാണ്? 250. അടുത്തത് 200 പേർ മലയാളവും സംസാരിക്കും. അപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾസ് ഹു സ്പീക്ക് മലയാളം ഈക്വൽ ടു 200. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹൗ മെനി പീപ്പിൾ ക്യാൻ സ്പീക്ക് ബോത്ത് ഹിന്ദി ആൻഡ് മലയാളവും, ഹിന്ദിയും മലയാളവും സംസാരിക്കുന്ന എത്ര പേർ? അതായത് എൻ ഓഫ് ഹിന്ദി ആൻഡ് മലയാളം, അതായത് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ എം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മുകളിലെ ഇക്വേഷൻ എയും ബിയും ഉപയോഗിച്ചാൽ അത് നമുക്ക് എച്ചും എമ്മും ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? എൻ ഓഫ് എച്ച് യൂണിയൻ എം ഈക്വൽ ടു എൻ ഓഫ് എച്ച് പ്ലസ് എൻ ഓഫ് എം മൈനസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ എം. ഇനി എൻ ഓഫ് എച്ച് യൂണിയൻ എം നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? 400. എൻ ഓഫ് എച്ച് നമുക്ക് തന്നിട്ടുണ്ട് 250. എൻ ഓഫ് എമ്മും നമുക്ക് തന്നിട്ടുണ്ട് 200. കണ്ടുപിടിക്കേണ്ടത് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ എം ആണ്. അപ്പോൾ നമുക്ക് മൈനസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ എമ്മിനെ ഇക്വേഷന്റെ ഈ സൈഡിലേക്കും 400നെ ഇക്വേഷന്റെ എതിർ സൈഡിലേക്കും കൊണ്ടുപോകണം. അപ്പൊ എന്ത് വരും? ഇവിടെ മൈനസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ എം ഇവിടെ വരുമ്പോൾ പ്ലസ് എച്ച് ഇന്റർസെക്ഷൻ എം എന്ന് വരും. 250 പ്ലസ് 200, ഇവിടെ പ്ലസ് 400 ഈ സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് 400 ഈക്വൽ ടു 250 പ്ലസ് 200 എന്ത് വരും? 450. 450ൽ നിന്നും 400 പോയി കഴിഞ്ഞാൽ 50. അതായത് ഹിന്ദിയും മലയാളവും ഒരുമിച്ച് സംസാരിക്കുന്ന 50 ആളുകളുണ്ട്. Therefore, number of people who speak both Hindi and Malayalam is 50. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ 2018 +1 മാർച്ച് എക്സാമിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്